ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ ചാനലിലെ വീഡിയോസ് കണ്ട് CFA എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്ന് തീരുമാനിക്കുകയും എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത കുറച്ചുപേർ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ നേരിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു. അവരുടെ കരിയറിന് ആവശ്യമായ ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ എനിക്കും ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നോർക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കലും എന്റെ വീഡിയോസ് കാണുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ CFA പഠിക്കാൻ തീരുമാനിക്കുന്നത് മാത്രമല്ല, എന്റെ വീഡിയോസിലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് തനിക്ക് പറ്റിയ കോഴ്സ് അല്ല CFA എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുന്നതും എന്റെ വിജയമായി ഞാൻ കണക്കാക്കുന്നു. കാരണം ഒരിക്കൽ പോലും CFA എന്ന കോഴ്സ് എല്ലാവരും പ്രിപ്പയർ ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ CFA എന്ന കോഴ്സ് തനിക്ക് പറ്റിയതാണോ എന്ന് സ്വന്തമായി കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതെങ്ങനെ മനസ്സിലാക്കാം എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. അങ്ങനെ സ്വന്തമായി CFA എന്ന കോഴ്സിന് പ്രിപ്പയർ ചെയ്യാം എന്ന് തീരുമാനിച്ച കുറച്ചുപേർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരുൾപ്പെടെയുള്ള കുറെ ആളുകളുടെ ഒരു ഡൗട്ടാണ് CFA പഠിക്കാമെന്ന് തീരുമാനിക്കുന്നതിന് ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണമെന്ന്, അതിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നും അതിലുപരി ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് എനിക്ക് വരുന്ന ഡൗട്ട്സ് ആണ് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഇത് ഒരു വലിയ ടോപ്പിക് ആയതുകൊണ്ടും ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടും ഞാൻ 2 വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടായ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് CFA ലെവൽ 1 ക്ലിയർ ചെയ്യുന്നതിനായി ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നതിനെ പറ്റിയും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണോ അതോ സെൽഫ് സ്റ്റഡി മതിയോ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളെ പറ്റിയും, അതുപോലെ തന്നെ ഈ 2 മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷന്റെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എന്നോട് നേരിട്ട് സംസാരിക്കുവാനും ഡൗട്ട്സ് ഷെയർ ചെയ്യാനും താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ ചാനലിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്റെ വീഡിയോസ് കാണുകയും അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, അതായത് CFA പാസ്സാവാൻ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തേ തീരൂ എന്ന് പറയുകയാണെങ്കിൽ അല്ല എന്നാണ് എന്റെ ഉത്തരം. ഒരു കോച്ചിങ് സെന്ററിലും ജോയിൻ ചെയ്യാതെ CFA ക്ലിയർ ചെയ്ത എത്രയോ ആളുകളുണ്ട്. അതുപോലെ ഒരു കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾ CFA പാസ്സാകണം എന്നുമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ എഫേർട്സ് ആണ് നിങ്ങളുടെ റിസൾട്ട് തീരുമാനിക്കുന്നത്. കാരണം as far as CFA ലെവൽ 1 is concerned, ഒരു കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്യാതെ ഈ ലെവൽ ക്ലിയർ ആകില്ല എന്ന് സ്വയം വിചാരിക്കുന്നത് വെറുതെയാണ് എന്നാണ് എന്റെ അഭിപ്രായം. അതിനർത്ഥം നിങ്ങൾ ഒരിക്കലും CFA പഠിക്കാൻ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയേ ചെയ്യരുത് എന്നുമല്ല. നിങ്ങൾക്ക് സ്വയം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് സ്വയം കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെ സ്വയം കണ്ടുപിടിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ അഭിപ്രായത്തിൽ 2 കാര്യങ്ങളാണ് നിങ്ങൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ എഫേർട്ടാണ്. ഈ CFAയുടെ കോൺസെപ്റ്റ്സ് എല്ലാം എത്രത്തോളം എഫേർട്ട് ഇട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്ന സ്വയം ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരാൾ സ്വയം പഠിക്കുന്നതും മറ്റൊരാൾ അയാൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തമായി പഠിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. അതുപോലെ ഈ സ്വന്തമായി എഫേർട്ട് ഇട്ട് CFA ലെവൽ 1 ടോപ്പിക്സ് പഠിക്കുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാകുവാനും സാധ്യതയില്ല. കാരണം CFAക്ക് പഠിക്കാൻ ആവശ്യമായ റിസോഴ്സസ് എല്ലാം CFA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമ്മൾ CFA എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയം നമുക്ക് അവൈലബിൾ ആക്കി തരുന്നതാണ്. എങ്കിൽ പോലും ഒരു കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന ഒരു വ്യക്തിയെക്കാട്ടിലും കൂടുതൽ എഫേർട്ട് നിങ്ങൾ സ്വന്തമായി പഠിക്കുകയാണെങ്കിൽ ഇടേണ്ടി വരും. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിലെ 2ാമത്തെ പ്രധാന ഘടകമായി ഞാൻ കാണുന്നതാണ് സമയം. നിങ്ങൾ വലിയ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ പോലും അതിനാവശ്യമായ സമയം നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അതുകൊണ്ട് ഏതൊരു എക്സാമും ആയിക്കോട്ടെ, ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ സമയം നിങ്ങൾക്കുണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഇവിടെ ദിവസവും 4 മുതൽ 5 മണിക്കൂർ വരെ നിങ്ങൾക്ക് CFA പഠിക്കാൻ സമയം ഉണ്ടാവുകയും ഈ സെയിം 5 മണിക്കൂറിന്റെ റുട്ടീൻ നിങ്ങൾക്ക് ഒരു 4, 5, 6 മാസം കണ്ടിന്യൂ ചെയ്യാൻ ഉള്ള സമയമുണ്ടെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാതെ സെൽഫ് സ്റ്റഡിയുടെ കാര്യം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ സമയം ഞാനൊരു ആവറേജ് ടൈം പീരീഡ് മാത്രമാണ് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സമയത്തിന്റെ പോലും ആവശ്യമില്ലായിരിക്കും. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ഒരു ദിവസം 4-5 മണിക്കൂർ വെച്ച് ഒരു 5-6 മാസം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആവശ്യത്തിന് സമയമുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഈ 2 ഘടകങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ, അതായത് നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇടാനും തയ്യാറാണ്, അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ സമയവും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുത്തു ചാടി ജോയിൻ ചെയ്യുന്നതിന് പകരം സെൽഫ് സ്റ്റഡി എന്നൊരു ഓപ്ഷനും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്.
ഇനിയും നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കാം. ഞാൻ ഒരിക്കലും നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതിന് എതിരല്ല. ചിലപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചത്. കാരണം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതിന്റെ ഗുണങ്ങൾ പലതാണ്. ഞാൻ ഇത് രണ്ടും ചെയ്തൊരു വ്യക്തിയാണ്. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു, അതുപോലെ സെൽഫ് സ്റ്റഡിയിലൂടെയാണ് ഭൂരിഭാഗം കാര്യങ്ങളും പഠിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിലാക്കി കൃത്യമായി ക്ലാസുകൾ നിങ്ങൾക്ക് ദിവസവും അവൈലബിൾ ആയിരിക്കും. അവിടെ തന്നെ നിങ്ങളുടെ ഒരു 30% പണിയും കഴിഞ്ഞു. കാരണം ഒരു സെൽഫ് സ്റ്റഡി ചെയ്യുന്ന വ്യക്തി ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സ്വന്തമായി എഫേർട്ട് ഇടേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടീച്ചർ വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതെങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. ഇവിടെ നിങ്ങൾ ആ ടൈമും എഫേർട്ടുമാണ് സേവ് ചെയ്യുന്നത്. ക്ലാസ്സുകളുടെ കാര്യം മാത്രമല്ല, ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം അവരുടെ സ്റ്റുഡൻസിന് അവരുടെ ഒഫീഷ്യൽ നോട്ട്സും ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ അഡീഷണൽ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും അവർ പ്രൊവൈഡ് ചെയ്യും. അതിലുപരി പ്ലേസ്മെന്റ് സപ്പോർട്ടും തരുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് ലെവലും ആയിക്കോട്ടെ, ഇപ്പൊ ലെവൽ 1-നാണ് നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ഡിഫറെന്റ് പ്ലാൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഓപ്ഷൻസ് കാണും. അതായത് ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാനിന് വേറൊരു റേറ്റ് ആയിരിക്കും. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രം മതിയെങ്കിൽ അതിന് വേറൊരു റേറ്റ്. അതുപോലെ ഇത്ര മോക്ക് ടെസ്റ്റിൽ കൂടുതൽ തരിക അല്ലെങ്കിൽ പ്ലേസ്മെന്റ് സപ്പോർട്ട് തരിക, ഇതിനൊക്കെ പല ഡിഫറെന്റ് പ്ലാൻസ് ഉണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യണം, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ കുറെ അധികം വേണം, അതുപോലെ പ്ലേസ്മെന്റ് സപ്പോർട്ടും കൂടെ വേണം. അങ്ങനെ സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടിയ ഓപ്ഷൻ അല്ലെങ്കിൽ കൂടിയ പ്ലാൻ ചിലപ്പം സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. ഇത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഡിഫറെന്റ് ആയിരിക്കാം. അത് അവരവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവർ കൃത്യമായിട്ട് കൊടുക്കുന്നതാണ്. എന്നാലും CFA കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് എക്സാം സംബന്ധമായ ടീച്ചേഴ്സിന്റെ ഗൈഡൻസ്. ഇവിടെ ഞാൻ ഗൈഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് CFAയുടെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എക്സാം സ്ട്രാറ്റജി എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, റിവിഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്, മോക്ക് എക്സാംസ് ഒക്കെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അതുപോലെ നമ്മൾ എക്സാം എഴുതുന്ന ദിവസം എക്സാം സെന്ററിലെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ്, അതുപോലെ നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ വരുന്നത്, നമ്മൾ സാധാരണ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ കാണുന്ന പോലെ തന്നെ ഫോർമാറ്റിലാണോ ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെ കുറെ കൺഫ്യൂഷൻസും ഡൗട്ട്സും നമുക്ക് പ്രിപ്പറേഷൻ ടൈമിൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം ഇപ്പോൾ ഈ ഡൗട്ട്സ് ഒന്നും കാണണമെന്നില്ല. എന്നാൽ ഈ പ്രിപ്പറേഷനുമായി നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള പല ഡൗട്ട്സും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സോ ഇതുപോലെയുള്ള നമ്മളുടെ ഡൗട്ട്സും കൺഫ്യൂഷൻസും ഒക്കെ ക്ലിയർ ചെയ്യാൻ നമ്മൾ എത്ര വെബ്സൈറ്റ്സിൽ പോയി വായിച്ചെന്ന് പറഞ്ഞാലും ഈ എക്സാം നേരിട്ട് എഴുതിയ ഒരാൾ നമ്മളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഗൈഡൻസ് എന്ന കാര്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് CFA പോലൊരു എക്സാമിന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പഠിക്കുന്ന കാര്യമൊക്കെ നമ്മൾ സ്വന്തമായി കൂടുതൽ എഫേർട്ട് ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം പഠിക്കേണ്ട റിസോഴ്സസ് എല്ലാം CFA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമുക്ക് ഫുൾ അവൈലബിൾ ആക്കി തരുന്നുണ്ട്. എന്നാൽ ഈ എക്സാം എഴുതിയ ഒരാളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് കിട്ടാൻ അത്ര എളുപ്പമല്ല. അങ്ങനെ CFA ലെവൽ 1 എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ആവശ്യമായ ഗൈഡൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുവാൻ വേണ്ടി കൂടി തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഇനിയും സെൽഫ് സ്റ്റഡിയിലൂടെ പഠിക്കുന്നതിന്റെയും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതിന്റെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള 2 മെത്തേഡിന്റെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടേബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ സംസാരിക്കുന്നത് കോസ്റ്റിനെ പറ്റിയാണ്. നമുക്കറിയാം സെൽഫ് സ്റ്റഡിയിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് ഇല്ല. അതുപോലെ നെഗറ്റീവ് എന്ന് പറയുന്നത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ സ്റ്റഡി റിസോഴ്സസ് ഒന്നും കിട്ടുന്നതല്ല. CFA പാസ്സാവാൻ ആവശ്യമായ നോട്ടും ടെക്സ്റ്റും ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റും എല്ലാം CFA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി നമുക്ക് എക്സ്ട്രാ കോൺഫിഡൻസ് ഒക്കെ വരാൻ വേണ്ടി തന്നെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട അവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ തരുന്ന അവരുടെ പ്രീമിയം ആയിട്ടുള്ള നോട്ട്സ് മോക്ക് ടെസ്റ്റുകളും ഫാക്കൽറ്റി സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളും ആവാം. പക്ഷെ അവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ ഹയർ കോസ്റ്റ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യമാണ്. ഇവിടെ നമുക്കറിയാം സെൽഫ് സ്റ്റഡി ആണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് വരാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ ഇറഗുലർ ആയിട്ട് പോകുവാനും സാധ്യതയുണ്ട്. അതുപോലെ പോസ്റ്റ്പോൺ ചെയ്യാനും ഡിലേ ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒരു ഫിക്സ് ടൈം ടേബിൾ ഇല്ലല്ലോ. എന്നാൽ ഈ നെഗറ്റീവ് നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല. കാരണം അവിടെ കൃത്യമായി ഒരു ടൈം ടേബിൾ അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ
കംപ്ലീറ്റ് ഒരു ഡിസിപ്ലിൻഡ് അതുപോലെ ഒരു കറക്റ്റ് ഓർഡറിലും പോകും. എന്നാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റിയുടെ ഫാക്ടർ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആഴ്ച ഒരു കോൺസെപ്റ്റ് പഠിക്കണമെന്ന് ആഗ്രഹം കാണും, അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ആഗ്രഹം കാണും, പക്ഷേ ക്ലാസ് ചിലപ്പോൾ എടുക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ ക്ലാസ്സിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. സോ നെക്സ്റ്റ് പറയുന്നത് ഗൈഡൻസിനെ പറ്റിയാണ്. ഞാൻ നേരത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞ ഗൈഡൻസ്, ഞാനത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സെൽഫ് സ്റ്റഡി ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് ഇല്ല. പിന്നെ അതിന്റെ പോസിറ്റീവായിട്ട് എനിക്ക് ആദ്യം ഒന്നും തോന്നിയില്ല, പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം, നമ്മൾ സ്വന്തമായിട്ട് തന്നെ എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് തന്നെ നമ്മുടെ റിസർച്ച് സ്കിൽസ് വേണമെങ്കിൽ കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ സെൽഫ് സ്റ്റഡിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്ത അവസ്ഥ വരുമെന്നോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഗൈഡൻസ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുവാൻ വേണ്ടി കൂടി തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസിന്റെ ആവശ്യം വരികയാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് വഴി എനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് എന്തായാലും കാണും. അവരുടെ കൃത്യമായ ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ അവിടെ ഒരു മേജർ നെഗറ്റീവ് വരാൻ സാധ്യതയുള്ളത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസിന്റെയും ക്വാളിറ്റി. നെക്സ്റ്റ് പറയാനുള്ളത് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയാണ്. CFA കോൺസെപ്റ്റ്സ് ഒക്കെ ഇപ്പൊ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടതുണ്ടല്ലോ. ചില കോൺസെപ്റ്റ്സ് ഒക്കെ എന്തായാലും നമുക്ക് പുതിയതായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. സോ അതിന്റെ ഒരു പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് നമുക്ക് ഇഷ്ടമുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം പോയി പഠിക്കാം, നമുക്ക് കുറച്ചുകൂടി റിസർച്ച് ചെയ്ത് പഠിക്കാം എന്നൊരു ഫ്ലെക്സിബിലിറ്റി. ഇപ്പം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന് കഴിഞ്ഞാൽ അത് പറ്റത്തേ ഇല്ല എന്നൊന്നുമല്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഒരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ചില കോൺസെപ്റ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് വന്നിട്ട് ഞാനത് CFA കരിക്കുലത്തിൽ പഠിക്കാൻ ആവശ്യമായതിനെക്കാട്ടി കൂടുതൽ ഞാൻ എക്സ്ട്രാ പോയി ഗൂഗിളിൽ നിന്നൊക്കെ അതിനെപ്പറ്റി കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യായിരുന്നു. CFA പഠിക്കാനുള്ള പല കാര്യങ്ങളും ഒരു ഫിനാൻസ് എക്സ്പെറിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് അത്രയും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകും എന്നൊന്നും നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ സെൽഫ് സ്റ്റഡിയിൽ വരുന്നൊരു മേജർ നെഗറ്റീവ് ആണ് ചില കോൺസെപ്റ്റ്സ് ഒന്നും നമുക്ക് മനസ്സിലാവാതിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒട്ടും മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ കോൺസെപ്റ്റ് മൊത്തം സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. എന്നാൽ നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ ഒട്ടും സാധ്യതയില്ല. കാരണം എന്തായാലും അവിടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പൊ അവരത് കൃത്യമായിട്ട് ഈ കോൺസെപ്റ്റ്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ കോൺസെപ്റ്റ്സ് എല്ലാം സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇവിടെയും നമുക്ക് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവിടുത്തെ കോസ്റ്റ് തന്നെയാണ്. സോ നെക്സ്റ്റ് പറയാനുള്ളത് പ്രാക്ടീസ് ആൻഡ് ഫീഡ്ബാക്ക് പാർട്ടാണ്. ഇവിടെ നമുക്ക് CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒഫീഷ്യൽ സോഴ്സസിൽ നിന്ന് തന്നെ നമുക്ക് അറൌണ്ട് 1600 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് കൂട്ടാതാണ് 1600 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആകുന്നുണ്ട്. അപ്പൊ ഈ 1600 ക്വസ്റ്റ്യൻസ് ആരൊക്കെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ഉള്ളത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനൊന്നും അങ്ങനെ വേറൊരാൾ വന്ന് റിവ്യൂ ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ ഒന്നും കാണത്തില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 1600 ക്വസ്റ്റ്യൻസ് അത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് അതിന്റെ സൊല്യൂഷനും അനാലിസിസും എല്ലാം താഴെ കൊടുക്കും. എങ്ങനെയാണ് ഈ ആൻസർ കണ്ടുപിടിച്ചത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അതിന്റെ താഴെ ഒരു എക്സ്പ്ലനേഷനും അവർ ഇടുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം ക്വസ്റ്റ്യൻസിനും ഡൗട്ട്സിനും ഒന്നും ആരും വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ ഈ ഒരു പ്രശ്നം കാണത്തില്ല. നമ്മുടെ എല്ലാ ഡൗട്ട്സിനും ക്വസ്റ്റ്യൻസിനും അവർ ഫാക്കൽറ്റി അവൈലബിൾ ആയിരിക്കും. അതുപോലെ റിവിഷൻ ക്ലാസ്സസും ഒക്കെ കാണും. പിന്നെ ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയുന്നത് ഇപ്പൊ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളൊന്നും നമുക്ക് ഒഫീഷ്യൽ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സാം ആയിട്ടൊന്നും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ നമുക്കൊരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ പഠിക്കാനും കുറച്ചുകൂടെ നമുക്കൊരു കോൺഫിഡൻസ് വരാനും ഒക്കെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റും ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ബെറ്റർ ആണ്. പിന്നെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് നെറ്റ്വർക്കിങ്ങിനെ പറ്റിയാണ്. ഇത് ആക്ച്വലി അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങളിവിടെ പഠിക്കാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഒക്കെ എന്തായാലും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ വഴിയൊക്കെ നമുക്ക് വേണമെങ്കിൽ നെറ്റ്വർക്കിംഗ് നടത്താം. നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി പഠിക്കുമ്പോൾ അങ്ങനെ നെറ്റ്വർക്കിംഗിന്റെ സാധ്യത ഇല്ല. സോ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഗ്രൂപ്പ് ലേണിംഗിനെ പറ്റിയാണ്. ഇത് ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആണ് പലർക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ ഓഫ്കോഴ്സ് എന്തായാലും ഗ്രൂപ്പ് ലേണിംഗ് പറ്റില്ല. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് പോസിബിൾ ആണ്. നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ ഗ്രൂപ്പുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ളത് അനാവശ്യമായ ടെൻഷനും പ്രഷറും ഒക്കെയാണ്. സപ്പോസ് എക്സാമിന് 6-7 ഡേയ്സ് മുന്നേ ഉള്ളൊരു റിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ടീച്ചർ നിങ്ങൾക്ക് അറിയാത്ത ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചോദിക്കുകയും ബാക്കി എല്ലാവരും ആൻസർ പറയുകയും ചെയ്യുക. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ അറിയത്തില്ല എന്നോർത്ത് സെൽഫ് ഡൗട്ടിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ എക്സാമിന് ആ ടോപ്പിക്കേ ചോദിച്ചു കാണത്തില്ല. ഇനി ചോദിച്ചാൽ കൂടിയും ഒരു ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് ഒന്നും ചേഞ്ച് ആവത്തില്ല. പക്ഷെ നിങ്ങളുടെ ഈ സെൽഫ് ഡൗട്ട് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ടെൻഷൻ കൂടുകയും അത് നിങ്ങളുടെ ടോട്ടൽ എക്സാമിനെ മൊത്തം ബാധിക്കുകയും ചെയ്യും. സോ ഇത് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാവുന്നതാണ്.
സോ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വീഡിയോസ് കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള നെക്സ്റ്റ് പാർട്ട് വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ബൈ.